ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇതിനു വേണ്ടി ഞാനൊരു കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ശേഷം കടുകൊന്ന് പൊട്ടിച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതിയാണ് എടുത്തത്. ചെറുതായി കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തത്. ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങും ചെറിയൊരു പീസ് ക്യാരറ്റും ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടിയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കണം. ഇത് തലേ ദിവസം രാത്രി വെള്ളത്തിൽ കുതിർത്ത് വെച്ച ഗ്രീൻ പീസാണ്. ഞാനൊരു കപ്പ് ഗ്രീൻ പീസാണ് എടുത്തത്. നല്ലപോലെ കഴുകിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിൽ വെള്ളം ചേർത്ത് കൊടുക്കണം. ഗ്രീൻ പീസൊക്കെ ഒന്ന് മുങ്ങി നിൽക്കുന്ന രീതിക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി കുക്കർ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഈ ഗ്രീൻ പീസ് ഒന്ന് കുക്കായി വരുന്ന സമയത്ത് നമുക്ക് തേങ്ങ അരച്ചെടുക്കണം. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങയാണ് എടുത്തത്. അതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ആവശ്യത്തിന് വെള്ളവും ചേർത്തൊന്ന് അരച്ചെടുക്കാം. ഇവിടെ ഗ്രീൻ പീസൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. എനിക്ക് 6 വിസിൽ വേണ്ടി വന്നു. ഓരോ കുക്കർ അനുസരിച്ച് വിസിലിൽ മാറ്റം വരാം. പിന്നെ ഇതിലെ 2-3 പീസ് ഉരുളക്കിഴങ്ങൊന്ന് ചെറുതായിട്ട് ഉടച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കണം. തേങ്ങ അരച്ച മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതും ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ലപോലെ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിത് കുറച്ച് തിക്കായിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഈ സമയത്തൊക്കെ സ്റ്റൗ മീഡിയത്തിലാണുള്ളത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ സമയത്ത് ഉപ്പ് നോക്കി ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ സമയത്ത് 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു പച്ചമുളകും 3/4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അവസാനം ഇതുപോലെ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് വരുന്നത്. മിക്സ് ചെയ്ത ഉടനെ നമുക്കിതൊരു 5 മിനിറ്റ് അടച്ച് വെച്ച് കൊടുക്കാം. ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.